ചമാസയുടെ പുതിയ സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഈ സെഗ്മെൻറ്റ് വലിയ സംഭവബഹുലമായ സെറ്റപ്പൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ വായിച്ച് അതിനുള്ള മറുപടി തരുന്നൊരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഡെയിലി വരുന്നുണ്ടല്ലോ വീഡിയോ ആയിട്ട്, നമുക്കിത് ഇനിയും പറയാം, കുഴപ്പമില്ല. നമുക്ക് നേരെ കമൻസിലേക്ക് കടക്കാം. മാർഷൽ ആൽഫ ക്യൂ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, കമൻ്റ് ഇട്ടിരിക്കുന്ന ആളുടെ പേര്. ലേ കടുവ, വഴിയേ പോകുന്നവനെല്ലാം എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ കാട്ടുമുത്തപ്പ. ഞാൻ ചിരിച്ചു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു അത്. ആരിഫ് റഹ്മാൻ, ഇപ്പം കാണുമ്പോൾ ഒരു തേനീച്ചയെ പോലെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെയെങ്കിലും കണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ മോഡേൺ ആർട്ട് കണ്ടിട്ടുണ്ടോ? മോഡേൺ ആർട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചു കുറിക്കൊക്കെ വെച്ചിട്ട്, അപ്പോൾ അത് കാണുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവിലാണ് ആ സംഭവം ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പം കാണുന്ന ആളിന് ഇതൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു പിക്ചറാണെന്ന് തോന്നിയാൽ അങ്ങനെ, ഇത് വേറൊരു സംഭവമാണെന്ന് തോന്നിയാൽ അങ്ങനെ. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഇനി ഞാൻ പറയും. ഓക്കെ, തേനീച്ച പോലെ തോന്നിയെങ്കിൽ തേനീച്ച പോലെ ഒന്നും തോന്നാണ്ട് പോയില്ലല്ലോ ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഫസ്റ്റ് ടൈം വാച്ചിങ് അമൽ ഡൂട്ട്, കൊള്ളാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ദുബായിൽ മാനിനെ അന്വേഷിച്ച് പോയൊരു വീഡിയോ ചെയ്തില്ലേ, അതിലൊരു കമൻറ്റുണ്ട്. എനിക്കത് കാണുമ്പോൾ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ചിരിയാവുന്നത്, കണ്ണ് വരുന്ന അറിഞ്ഞു. മാനിൻ്റെ ആട്ടിൻകാട്ടം പറയുന്നതിൻ്റെ ഇത് പ്രണയത്തിൻ്റെ കുരിശ്. ആ വീഡിയോ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. ചിരിച്ചിരി ഞാൻ ഊപ്പാട് വന്നു. കാരണം അത് അറിയാണ്ട് പറഞ്ഞു പോയതാ. ഈ മാനിൻ്റെ നമ്മൾ ഈ ആട്ടിൻകാട്ടം എന്നല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് മാൻ ഇങ്ങനെ അവരുടെ മാനിൻ്റെ ആട്ടിൻകാട്ടം എന്ന് പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ വന്നു പോയതാണ്. എനിക്കത് പിന്നെ ആലോചിച്ചിട്ട് ഒരു ചിരി നിർത്താൻ പറ്റുന്നില്ല. പിന്നെ പ്രണയത്തിൻ്റെ കുറിച്ച് അതൊക്കെ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. എനിക്കത് ഇപ്പോഴാണ് ഓർക്കുമ്പോഴും ചിരിയാണ്. പ്രദീപ് പി, പുള്ളിക്കാരനാണ് അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും എന്നെ ചിരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ പുറത്ത് കോഫി വോഡ്ക ഒഴിക്കുന്ന വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ഒരു കമൻ്റാണ്, വയറിളകൂലേന്ന്. വയറ് ഉണ്ടല്ലോ, അപ്പോൾ ഇളകുമല്ലോ. ഇത് കുടിച്ചിട്ടാണ് വയറിളകുന്നു എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് അന്താരാഷ്ട്ര ലെവലിൽ പല ആളുകളും പല റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും ഒക്കെ കൊടുക്കുന്ന ഒരു കോക്ടെയിലാണ്. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ മാക്സിമം ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈ ചെറിയ ബാറിലല്ലേ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങിച്ച് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അതുകൊണ്ടാണ് എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അപ്പം ഞാനിപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ വാങ്ങാൻ അവൈലബിൾ ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വച്ചിട്ടാണ് ഞാൻ കോക്ടെയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇൻ്റർനാഷണലി അവർ ഈ മറ്റേ എസ്പ്രസ്സോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫിയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവം സെയിമാണ്, കോഫി വോഡ്ക വിത്ത് ഐസ്ക്രീം. വയറിളകത്തൊന്നുമില്ല. ഇറ്റ്സ് എ നോർമൽ ഡ്രിങ്ക്, ഇറ്റ്സ് എ നോർമൽ തിങ്, യുനോ. നിങ്ങൾക്ക് സാധാരണ ഐസ്ക്രീം കുടിക്കുമ്പോൾ വയറിളകുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കുടിച്ചാലും വയറിളകും. പിന്നെ കണക്കിനൊക്കെ കുടിക്കണം. ഇത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നെന്ന് വെച്ചിട്ട് 5-6 അങ്ങനെ വലിച്ചു കയറ്റാൻ നിൽക്കണ്ട. ഒരെണ്ണം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ഒരെണ്ണം കുടിക്കുക, അല്ലെങ്കിൽ മാക്സിമം 2 മതി. ഓക്കെ, അപ്പം മിസ്റ്റർ ജിനു ലിയോ ആണ് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നതും ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതും. പിന്നെ പോച്ചിങ്കി വാസു, നല്ല പേര്, പോച്ചിങ്കി വാസു. ഒരു സ്റ്റിക്കാണെങ്കിൽ കടുവയ്ക്ക് മാച്ച് ആയേനെ. അതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എന്നാലും പുള്ളിക്ക് ഞാനൊരു തംസപ്പും കൊടുക്കുന്നു, ഒരു ലവ് കൊടുക്കുന്നു. പക്ഷേ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. മിസ്റ്റർ പോച്ചിങ്കി വാസു, എനിക്ക് മനസ്സിലായില്ല താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്. ഒരു സ്റ്റിക്ക് ആണെങ്കിൽ കടുവയ്ക്ക് മാച്ച് ആയേനെ. പുള്ളീന് ഡബിൾ മീനിങ്ങിൽ പറഞ്ഞതാണോ? റിമൂവ് ചെയ്യേണ്ടി വരുമോ? ഒരു സ്റ്റിക്കാണെങ്കിൽ എന്തായാലും
കുറച്ച് ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കിരൺ. അപ്പം ഇതാണ് കടുവ. പുള്ളിക്ക് സംഭവം മനസ്സിലായി. മിസ്റ്റർ കിരൺ, കൺഗ്രാജുലേഷൻസ്, താങ്കൾ കടുവയെ കണ്ടിരിക്കുന്നു. സിയാൻ ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാപ്രാണിയാണെന്ന് തോന്നുന്നു. ഒരു 3 മിണ്ടാപ്രാണികളുടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹണിബിയുടെ പടം ഇങ്ങനെ ടിക് 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 3 പ്രാവശ്യം വരച്ച് വെച്ചിട്ടുണ്ട്. പാവം, ഏതോ മിണ്ടാപ്രാണിയാണേ, ഒന്നും പറഞ്ഞിട്ടില്ല പാവം. വീഡിയോ കണ്ടു, മനസ്സിലുള്ള ആശയം അവിടെ പ്രദർശിപ്പിച്ചു, സ്ഥലം കാലിയാക്കി. സബ്സ്ക്രൈബ് ചെയ്തോ ആവോ, ഈ എഴുതിയിരിക്കുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താവോ ആവോ, എനിക്കറിയില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ പോട്ടെ. മിസ്റ്റർ എഡ്വിൻ എഴുതിയിരിക്കുകയാണ്, ഏതാ നല്ല ബ്രാൻഡ് വോഡ്ക? ഞാനതിന് മറുപടി കൊടുത്തതാണല്ലോ. ആക്ച്വലി അങ്ങനെ നല്ല ബ്രാൻഡ് വോഡ്ക എന്നൊക്കെ എനിക്കിങ്ങനെ സ്പെഷ്യലി എടുത്ത് പറയാനായിട്ടുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. എൻ്റെ അറിവിൽ ക്രിസ്റ്റൽ വോഡ്ക, സ്കൾ ഹെഡ്, പിന്നെ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ശരിയുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹൈടെക് സാധനങ്ങൾ. പിന്നെ ഗ്രേഗൂസ് സ്മൂത്ത് സാധനമാണ്. പിന്നെ ഒരു വെറൈറ്റി വോഡ്ക. സാധാരണ വോഡ്കയെല്ലാം വീട്ടിൽ നിന്നും പൊട്ടാറ്റോയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ എല്ലാം വീട്ടിൽ നിന്നൊക്കെയാണ് മാക്സിമം ഉണ്ടാക്കുന്നത്. വോഡ്ക എന്തിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം വോഡ്ക എന്ന് പറയുന്നത് ജസ്റ്റ് ചാരായമാണ്, നമ്മുടെ വാറ്റ് ചാരായം. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. സോ കോമൺലി ഉണ്ടാക്കുന്നത് വീറ്റ് കൊണ്ടാണ്, വീറ്റ്, ബാർലി അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടാണ്. പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക സാധനമുണ്ട്, സിറോക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഉണ്ടാക്കുന്നത് ഗ്രേപ്സിൽ നിന്നാണ്. അത് ഗ്രേപ്പ് വോഡ്കയാണ്. അപ്പോൾ എനിക്ക് അതിനോടൊരു ചെറിയൊരു ചായ്വുണ്ട്. പക്ഷേ അതാണ് സ്ഥിരമായി ഞാൻ ഉപയോഗിക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. അതൊരു കുറച്ച് എക്സ്പെൻസീവ് ഒക്കെയാണ്. പിന്നെ അബ്സല്യൂട്ടാണ് കോമൺലി ഞാൻ പലയിടത്തും വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കോക്ടെയിൽസിനാണെങ്കിലും എന്തിനാണെങ്കിലും ഉപയോഗിക്കുന്നത് അബ്സല്യൂട്ടാണ്. ഭയങ്കര ഹൈടെക്കും അല്ല, ഭയങ്കര ലോ ഗ്രേഡും അല്ല, മീഡിയം സൈസ് സാധനം. ഓക്കെ. പിന്നെ കാട്ട സാധനം എന്നൊക്കെ പറയുകയാണെങ്കിൽ എരിസ്റ്റോഫ്, സ്മിർനോഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലോ ലെവൽ സാധനങ്ങളാണ്. കാരണം ഈ വോഡ്ക ഈ കൂടുതൽ ഡിസ്റ്റിൽ ചെയ്യുന്നിടത്തോളം കൂടുതൽ വില കൂടും, കൂടുതൽ ക്ലിയർ ആവും സാധനം, മനസ്സിലായോ? അപ്പം മിനിമം ഈ സ്മിർനോഫൊക്കെ ട്രിപ്പിൾ ഡിസ്റ്റിൽഡാണ്. അത് 3 പ്രാവശ്യം ഡിസ്റ്റിൽ ചെയ്ത് വാറ്റി എടുക്കുന്ന സാധനമാണ്. അതിൽ കൂടുതൽ എത്ര പ്രാവശ്യം ഇങ്ങനെ വാറ്റുന്നു അതിനനുസരിച്ച് വിലയും കൂടും, അതിനനുസരിച്ച് ക്വാളിറ്റിയും കൂടും, ഓഫ് കോഴ്സ്. ഓക്കെ. സോ നിങ്ങളുടെ ചോദ്യത്തിന് ഒരു പരിധി വരെ ഉത്തരം തരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. മിസ്റ്റർ എഡ്വിൻ തന്നെ വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ബ്രോ ഏതാണ് ബെസ്റ്റ് വോഡ്ക, ഒന്ന് പറഞ്ഞ് തരാമോ എന്ന്. അപ്പോൾ ഞാൻ പുള്ളിക്ക് മറുപടി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 4 ദിവസമായി. ഞാൻ കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് സ്പോർട്സ് ബാറിലാണ്. അവിടെ ഈ നമ്മുടെ ഫിഫ മാച്ച് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, കാട്ട തിരക്കാണ്. ഒരു അഭയ് മനോജ്, തീൻ ഈവ, ഒന്നും മനസ്സിലായില്ല. ഈ സ്ഥലത്ത് എനിക്ക് മറ്റേ ട്രോൾ ഇടാനാണ് തോന്നുന്നത്. നീ എന്ത് തേങ്ങയാണോ ഈ പറയുന്നതെന്നുള്ളത്. കാരണം ഇത് തീൻ ഏവ. നിങ്ങൾക്കിത് കണ്ടിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? അതെ, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. സവാരിഗിരിഗിരി സ്നേഹ, ആ കടുവയെ വിട്ടേക്ക്, പാവം കടുവയല്ലേ. ഓ, ഞാനത് അന്നേ വിട്ടു. ഇത് 2 മാസം മുന്നേ എന്തോ ഞാൻ വിട്ട കടുവയാണ്. വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇപ്പോൾ കടുവയാണ് വരുന്നത്. അത് അമ്പാടി ടൈൽ വർക്ക്സ്. പുള്ളിക്കാരൻ ഏതോ ടൈൽസ് കമ്പനിയുടെ മുതലാളിയാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്പാടി ടൈൽ വർക്ക്സ് എന്നാണ് പേര്. നിങ്ങൾക്ക് ടൈൽ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പുള്ളിയെ സമീപിക്കേണ്ടതാണ്. എനിക്ക് പേഴ്സണലി ഒന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ഒരു കമൻ്റ് ഇട്ട ഒരാളായ സ്ഥിതിക്ക് പുള്ളി പോസിറ്റീവായിട്ടുള്ളൊരു കമൻ്റ് ഇട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നല്ല മനസ്സിനുടമയായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ബിസിനസ് നല്ല മനസ്സിനുള്ള ഒരു ബിസിനസ്സായിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കടുവയല്ല ചേട്ടാ, മൂങ്ങയാണ് എന്നാണ്. അപ്പോൾ ഞാനിതിൻ്റെ ടൈറ്റിൽ വെള്ളിമൂങ്ങ സിനിമ ഇറങ്ങിയപ്പോൾ എന്നങ്ങനെ ഇട്ടാൽ മതിയായിരുന്നല്ലേ. കാരണം ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ഒരിക്കൽ നമ്മൾ ഇട്ട വീഡിയോ? പറ്റുമോ? ഞാൻ ഈ വലിയ പോളിടെക്നിക്കൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടേ ഈ എൻ്റെ
ശാസ്ത്രീയമായ വശങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇത് നൂറിന്നിസ നൂറ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അളിയൻ എന്നാണ്. നൂറിന്നിസ നൂറയുടെ അളിയനെ പോലെ ഇരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. ആ ആളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പുള്ളിക്കാരത്തിൻ്റെ അളിയനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇനി എൻ്റെ ഡ്രിങ്ക് കണ്ടപ്പോൾ ഇപ്പോൾ പലർക്കും പലതാണ് തോന്നിയത്. മൂങ്ങയെപ്പോലെ തോന്നി, ചീവിടിനെ പോലെ തോന്നി, പിന്നെ വേറെ എന്തൊക്കെയാണ് തോന്നിയത്? അയ്യോ, വേട്ടാവളിയനെ പോലെ തോന്നി. അതുപോലെ പുള്ളിക്കാരത്തിയുടെ അളിയനെ പോലെയാണ് തോന്നിയത്. സോ നമുക്കതിനെപ്പറ്റിയൊന്നും കമൻ്റൊന്നും പറയാനില്ല. സോറി, നിങ്ങളുടെ കുടുംബകാരിയായി നിങ്ങൾ ഡീൽ ചെയ്തോളാം. ഓക്കെ. അഞ്ജലി നിതിൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് കടുവ കാണണ്ടെന്നാണ്. കടുവ എങ്ങാനും ഇത് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാവുമോ? അതൊക്കെ വെൽ ടേക്കൺ കെയർ ഓഫ്. ഞാൻ കാണിച്ചിട്ടില്ല, നിങ്ങളായിട്ട് നീ കാണിച്ച് പണി ഉണ്ടാക്കാതിരുന്നാൽ മതി. അടുത്ത ആഷ്ലിൻ പോളി, കടുവയ്ക്ക് കൊമ്പ്. എന്താ കടുവയ്ക്ക് കൊമ്പ് പാടില്ലേ? ഫാൻറ്റസി വേൾഡുകളിൽ കുതിരയ്ക്ക് വരെ കൊമ്പ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നത് യൂണിക്കോണാണ് അത്രേ. അതുകൊണ്ട് ഞാൻ കടുവയ്ക്ക് കൊമ്പ് കൊടുത്തു. ഉള്ള കാര്യം ഞാനിനി തുറന്ന് പറയട്ടെ. ഇത് കടുവയ്ക്ക് കൊമ്പാട്ട് ഞാൻ കൊടുത്തതല്ല. ഈ പൂച്ചയുടെ മീശയില്ലേ, ആ കടുവയുടെ മീശയില്ലേ, ഞാൻ ആ മീശയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മീശ ഇങ്ങനെ. പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഞാനതിലൊരു തീം, അതായത് മഞ്ഞയിൽ കറുപ്പ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ വര, മീശ, പിന്നെ കടുവയുടെ ആ തുറിച്ച കണ്ണുകൾ, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തീം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഈ കടുവയെ പോലെ ഇരിക്കുന്ന ഡ്രിങ്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. ഒരു കേക്കാണെങ്കിൽ കടുവയെ പോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു കളിമൺ പ്രതിമയാണെങ്കിൽ കടുവയെ പോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഡ്രിങ്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ തീമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു കളർ തീം, അതിൻ്റെ കളറുകൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആൾക്കാരതിനെ എന്തൊക്കെയാക്കി മാറ്റി എന്നറിയോ? ഇറ്റ്സ് ഓക്കെ. എന്തായാലും നല്ല നേരം പോക്കാണ്. എനിക്കതുകൊണ്ട് വിഷമമൊന്നുമില്ല. നല്ല നേരം പോക്കാട്ടോ, നല്ല ഫണ്ണാണ്. ആൾക്കാർ, അതായത് ഒരു 95% ആൾക്കാരും ഇത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതായത് അതൊരു കൗതുകം, അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ അവരെടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു 5% മാത്രമേ ഉള്ളൂ വന്നിട്ട് അവരുടെ വായത്തൊന്ന് തോന്നിയവാസം പറഞ്ഞു വെച്ചാൽ. അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴുള്ള സംഭവങ്ങൾ അപ്പം റിമൂവ് ചെയ്യും നമ്മൾ. അടുത്ത് അനീസക്ക് പറഞ്ഞിരിക്കുന്നത് വയറിളക്കത്തിനുള്ള മരുന്നാണ്, സ്വല്പം ഐസ് കൂടി ചേർത്തു, അത്രയേ ഉള്ളൂ. ആയിരിക്കാം. എന്തായാലും ഞാൻ ഒരു മരുന്നേനല്ലേ ഉണ്ടാക്കിയത്. എന്തായാലും വലിയ ചിലവില്ലാണ്ട് ഞാനൊരു ഡോക്ടറായി മാറിയില്ലേ നിങ്ങളുടെ മുന്നിൽ. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അടുത്ത് കുഞ്ഞൂസ് ചോദിച്ചിരിക്കുകയാണ്, ഇതിൽ കടുവ എവിടെയെന്ന്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ കിടന്ന് കമൻറ്റിൽ കാറി കൂവുന്നുണ്ട് കടുവ എന്ന്. എന്നിട്ട് ഇപ്പോൾ വന്ന് ചോദിക്കുകയാണ് ഇതിൽ കടുവ എവിടെയാണ്. സോറി ബ്രോ ആണോ സിസ്സാണോ? ഇതിൽ കടുവയെ കാണിച്ചു തരാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഓക്കെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാന്താക്ലോസിൻ്റെ, പോയി കാണും. സാന്താക്ലോസ് താടിയൊക്കെ വെച്ച് സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇനി അതിലും വന്നിട്ട് സാന്താക്ലോസിനെ കാണാനില്ല എന്ന് എന്നോട് പറയരുതേ. ഐ ആം ദി സോറിയ. കൊമ്പൻ ലവർ, കൊമ്പിൻ, കൊമ്പോൻ എന്താണെന്ന് എനിക്കറിയില്ല. കൊമ്പ് വരെ ഓക്കെയാണ്, അത് കഴിഞ്ഞ് എന്നാണ്. അപ്പം ബിക്കും എന്നിനും ഇടയ്ക്ക് എന്താ സംഭവം ഉള്ളതെന്ന് എനിക്ക് പിടിയില്ല. അതുകൊണ്ടത് കൊമ്പോൺ ആണോ, കൊമ്പിൻ ആണോ, കൊമ്പൻ ആണോ, കൊമ്പൂൻ ആണോ, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാനത് കൊമ്പ് ലവർ എന്ന് വിളിക്കാം. പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ഒരു ബി പോലെ തോന്നി എന്നാണ്. എന്തായാലും ബ്രോയ്ക്ക് ബി പോലെ തോന്നിയ സ്ഥിതിക്ക് നല്ല കാര്യം. എന്താണത്? അടുത്ത നജുമന്നിസ, പുള്ളിക്കാരത്തിയുടെ കമൻറ്റ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ട്രെയിൻ വരച്ച് വെച്ചിരിക്കുന്നു, എന്താ സംഭവം? ട്രെയിനിൽ കയറി പോകണമെന്നോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ട്രെയിൻ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തായാലും ഈ വീഡിയോ നജുമിന്നിസ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രെയിനാണോ അതോ ഇനി ഗ്രീൻ ലൈൻ അല്ലല്ലോ, സിൽവർ ലൈൻ വെട്ടിയിരിക്കുന്ന വഴി വല്ലതും ആണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഒരു
റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ കമൻറ്റ് വായിക്കൽ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, ബോറടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഓക്കെയാണിത്. ലീവ് ദിവസത്തെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ, ജോലിയുള്ള സമയത്തൊന്നും ഇത് പറ്റത്തില്ല. അപ്പോൾ എനിവേയ്സ്, എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് 2 ലക്ഷം പേര് കാണുന്നത് ഒരു 500 പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. മതി. ആ ഒരു കുഞ്ഞു കൂട്ടായ്മ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ആശ്വാസത്തിൽ ശരി, നാളെ കാണാം. ഓക്കെ, ക്ഷമാസേ ബോലനമാസേ.